ഭഗവാന്റെ ആ ജീവിത ചക്രം ഏത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണോ ആ ശരീരം സ്വീകരിച്ചത്, അത് ഭഗവാൻ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്ത ഭഗവാനുമായി ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ മനസ്സിലാക്കി. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞു, ഈ കൃഷ്ണശരീരം ഞാൻ ഇനി ഏറെക്കാലം കൊണ്ടുപോകുന്നില്ല. ആ ദേവന്മാർ ഭഗവാനെ ദർശിക്കാൻ വന്നപ്പോൾ അവരും അറിയിച്ചു, ഭഗവാനെ അങ്ങ് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവതാരം ചെയ്തത് ആ കാര്യങ്ങളൊക്കെ അങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് ഇനി വൈകുണ്ഠത്തിലേക്ക് മടങ്ങാം. അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, വൈകുണ്ഠനാഥനാണല്ലോ രൂപപ്പെട്ട് കൃഷ്ണസ്വരൂപത്തിൽ. അപ്പോൾ തിരികെ നാരായണ രൂപത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ള വൃത്താന്തവും പറഞ്ഞു. ഈ സമയത്താണ് ഭഗവാന്റെ മാതാപിതാക്കളായ ദേവകിയും വസുദേവനും, ഈ ദേവകിയും വസുദേവനും 3 ജന്മങ്ങളിലായി ഭഗവാന്റെ മാതാപിതാക്കളാണ്. എന്താ അങ്ങനെ ഒരു ഭാഗ്യം ഇവർക്ക് ലഭിച്ചത്? വെറുതെ ഒരു ഭാഗ്യം ലഭിക്കില്ലല്ലോ. ഭഗവാൻ ഇത്രയും പ്രധാനപ്പെട്ട കൃഷ്ണാവതാരത്തിന്റെ മാതാപിതാക്കളാകണമെങ്കിൽ ഒരു വെറുതെ ലഭിക്കുകയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചത് എന്ന് ചിന്തിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സത്യയുഗത്തില് സുതപസ്സും പൃശിനി എന്ന് പറയുന്ന 2 പേര് ദമ്പതികളാണ്. പൃശിനിയും സുതപസ്സും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നിയാണ് പൃശിനി എന്ന് പറയുന്നത്. ഇവർ 2 പേരും വളരെ ശുദ്ധ മനസ്സോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ഭക്തരായിരുന്നു. ഇവർക്കൊരു ദിവസം ഇവർ വിചാരിച്ചു, ഭഗവാനെ ഒന്ന് കാണണം. മനസ്സിലായില്ലേ? അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ 2 പേരും തപസ് ചെയ്തു. ദമ്പതിമാര് ഒരുമിച്ച് തപസ് ചെയ്തു. ഭാര്യയും ഭർത്താവും കൂടി ഭഗവാനെ തപസ് ചെയ്തു. ദീർഘകാലം തപസ് ചെയ്തു. തപസ് അനുഷ്ഠിക്കുന്ന ഒരാളിന്റെ മനോഗതി എന്താണ് എന്നുകൂടി നിരീക്ഷിക്കുന്ന സ്വഭാവം ഭഗവാന് ഉണ്ട്. കാര്യം അവസാനം വിളിച്ചിട്ട് ഈ ധർമ്മവിരുദ്ധമായ ആഗ്രഹങ്ങൾ പലരും ചോദിക്കുക. അസുരന്മാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊന്നും കൂടെ നോക്കിയിട്ടാണ് ഭഗവാൻ വന്ന് ചേരണോ വേണ്ടയുടെ കാലാവധിയൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോഴാണ് ഭഗവാന് മനസ്സിലായത്, യാതൊരു മോഹങ്ങളുമില്ലാതെ എന്തെങ്കിലും ഒന്നും നേടാൻ ആഗ്രഹമില്ലാതെയാണ് ഇവര് തപസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ഭഗവാന് ഭയങ്കരമായ ഇഷ്ടമാണ്. കാരണം അവരാണ് ഭഗവാന്റെ പരമഭക്തർ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ, ആഗ്രഹം വരുന്നതോടുകൂടി നമ്മൾ ഭക്തിയിൽ നിന്ന് വീഴ്ച സംഭവിക്കുന്നു. ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ഭഗവാനിൽ നിന്നുള്ള ഭക്തിയിൽ എന്ത് ചെയ്യും? മാലിന്യം കലർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്തിയിൽ മോഹങ്ങൾ മാലിന്യമായി വന്നു ചേരും. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഹങ്ങളില്ലാത്ത ഭക്തൻ അവൻ മാത്രമാണ് ആരെ നേടാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ നേടാൻ ആഗ്രഹിക്കുന്നത്. മോഹങ്ങളുള്ളവർ എന്തിനാ വേണ്ടിയിട്ടാണ് ഭഗവാൻ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത്? മോഹിക്കുന്ന വസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അവൻ ഒരിക്കലും ആരെ നേടാൻ ആഗ്രഹിക്കില്ല. ഭഗവാനെ വിളിക്കുന്ന നാമവും ജപിക്കും, പക്ഷെ അവൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആ വസ്തുക്കൾ നേടാനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കാറ് വാങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഭഗവാനെ മുമ്പിൽ തൊഴുമ്പോൾ നമ്മുടെ മനസ്സിൽ ലോകത്തുള്ള സർവ്വ കാറിന്റെ ചിത്രവും തെളിയും. അതോടുകൂടി ഭഗവാൻ ഔട്ട്, കാർ അകത്തായി. വീട് വെക്കുന്ന ചിത്രമാകുമ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് ഹാളിന്റെ വിസ്തീർണവും വർക്ക് ഏരിയയും മറ്റുള്ളതും ഒക്കെ ബെഡ്റൂമിൻ്റെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഭഗവാൻ ഔട്ട്, വീടിന്റെ ചിത്രങ്ങൾ ഉള്ളിൽ വരും. ഇതുപോലെയാണ് മോഹങ്ങൾ വരുമ്പോൾ ഒക്കെ ഭഗവാൻ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. പകരം ഈ വസ്തുക്കൾ അകത്തേക്ക് വരും. അതുകൊണ്ട് മോഹങ്ങളില്ലാത്ത ഭക്തി നിർമ്മല ഭക്തി എന്ന് പറയും. നിർമ്മല എന്ന് വെച്ചാൽ ശുദ്ധഭക്തി. ആ ശുദ്ധഭക്തിയോട് തന്നെ ഭജിക്കുന്ന ഈ ഭക്തരോട് ഭഗവാന് അമിതമായ സ്നേഹം അങ്ങോട്ട് തോന്നും. ഭഗവാൻ ആഗ്രഹിച്ചു, ഇവർക്കൊരു മോഹമില്ല, പക്ഷേ ഇത്രയും ശുദ്ധരായ ഇവരുടെ മകനായിട്ടൊന്ന് പിറന്നാലോ. ഭഗവാൻ ആഗ്രഹിച്ചൊരാഗ്രഹമാണ്, ഇവരുടെ മകനായി ഒന്ന് പിറന്നാലോ. അങ്ങനെ ഭഗവാൻ ഇവരുടെ മനസ്സിൽ ഒരു മോഹത്തെ സൃഷ്ടിച്ചു. ഒരു മോഹമില്ലാത്ത അവസ്ഥയാണ് ഭഗവാനെ കാണാൻ വേണ്ടി മാത്രം. അവരുടെ മനസ്സിലേക്ക് ഒരു മോഹത്തെ സൃഷ്ടിച്ചു. ആ മോഹം അവരുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ചോദിച്ചു, എന്ത് വേണം? സന്തോഷത്തോടുകൂടി ഇവർ നമസ്കരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് മകനായി പിറക്കണം. മനസ്സിലായി? ഈശ്വരൻ തന്നെയാണ് കൊടുത്തത്. ഭഗവാൻ ആഗ്രഹമാണ് ഇത്രയും ശുദ്ധ മനസ്സുള്ളവരുടെ ഉള്ളിൽ ജനിക്കുക, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞായി ജനിക്കുക എന്നത് ഭഗവാന് തന്നെ ഒരു ആനന്ദം ആണ്. അങ്ങനെ ആ ആഗ്രഹം അവർ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒരു തവണയല്ല 3 ജന്മങ്ങളിൽ ഞാൻ വന്നുകൊള്ളാം. മനസ്സിലായില്ലേ? 3 ജന്മങ്ങളിൽ എടുക്കുക. ആദ്യത്തെ ജന്മത്തിൽ വൈഷ്ണവകുമാരൻ എന്ന സത്യയുഗത്തിൽ
ഭഗവാൻ കൃഷ്ണകുമാരനായി ജനിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജന്മത്തിലാണ് ഭഗവാൻ അതിഥിയും കശ്യപനുമായി ഇവർ തന്നെയാണ് വരുന്നത്. ആ സമയത്ത് വാമനൻ എന്ന പേരിൽ അവതരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെയാണ് ദേവകി വസുദേവരായിട്ട് വരുന്നത്. ആ സമയത്ത് ഇവര് അവിടെ കൃഷ്ണനായിട്ട് ജനിച്ചു അല്ലേ. ഇനി ഈ വസുദേവരുടെ യഥാർത്ഥ പേരെന്താ? കൃഷ്ണന്റെ പിതാവായ വസുദേവന്റെ യഥാർത്ഥ പേരെന്താ? വാസുദേവന്റെ പിതാവായതുകൊണ്ടാണ് വസുദേവൻ എന്ന് അറിയപ്പെട്ടത്. യഥാർത്ഥ പേര് ആനകദുന്ദുഭി എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ ഉള്ളിലായിട്ടൊക്കെ ഉണ്ട്. ചില വിശേഷണങ്ങൾ നാമങ്ങളായി ഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള ദേവകി വസുദേവന്മാർക്ക് കൃഷ്ണനെ മകനായി കണ്ട് സ്നേഹിച്ചത് കൊണ്ട് വേണ്ടും വെണ്ണം ആ പരമാത്മജ്ഞാനത്തെ നേടാൻ ആരിലൂടെ സാധിച്ചില്ല? കൃഷ്ണനിലൂടെ സാധിച്ചില്ല. അതുകൊണ്ട് ആ പരമമായ ജ്ഞാനഭാവത്തോടുകൂടി കൃഷ്ണദർശനത്തെ അറിയാനുള്ള ആഗ്രഹം അവരാരോട് ഉന്നയിച്ചു? അവര് നാരദ മഹർഷിയോട് ഉന്നയിച്ചു. നാരദ മഹർഷി, ഞങ്ങൾക്ക് കൃഷ്ണൻ മകനെന്ന ഭാവത്തിൽ ഞങ്ങൾക്കറിയാം പരമാത്മാവ് തന്നെയാണ് കൃഷ്ണൻ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവൻ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് ഞങ്ങൾ സ്മരിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്ത് വരും? വാത്സല്യം വരും. മനസ്സിലായില്ലേ? ആ വാത്സല്യം വരുന്നതോടുകൂടി മകനെന്ന ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് പരമാത്മാബോധത്തിൽ ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു മകൻ ഇപ്പം വലിയൊരു ഉദ്യോഗസ്ഥനായി കളക്ടറോ ഒക്കെ ആയി, നമ്മൾ അല്ലെങ്കിൽ വലിയ മുഖ്യമന്ത്രിയോ ഒക്കെ അങ്ങനെ ഏതെങ്കിലും തരത്തിലെത്തി, നമ്മൾ ആ നിലയിലാണെന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയാണോ കളക്ടറെയാണോ കാണുന്നത്? അതോ മകനെ ആയിരിക്കും കാണുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ നിലയിലേക്ക് ഉയരാൻ സാധിച്ചില്ല. ആയതിനാൽ അങ്ങയുടെ കാരുണ്യമുണ്ടായി അങ്ങ് എന്ത് ചെയ്യണം? പരമാത്മജ്ഞാനത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ ഈശ്വര തത്വത്തെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം. മകന്റെ സാന്നിധ്യത്തിൽ അതറിയാൻ പ്രയാസമാണ്. മനസ്സിലായില്ലേ? എന്താ കാരണം? മകനെന്ന ഭാവം എത്ര മായിച്ചാലും മാതാപിതാക്കളിൽ നിന്ന് മായില്ല, അവരത് ഉയർന്നു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നാരദരോട് ചോദിച്ചു. നാരദര് ഇതിനെന്ത് ചെയ്തു? നാരദ മഹർഷി ഇതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു രീതി, അദ്ദേഹം നേരിട്ട് ഉപദേശിക്കുകയല്ല, അദ്ദേഹം അതിന് പകരമായിട്ട്, മനസ്സിലായില്ലേ, നേരെ നവയോഗി സംവാദം എന്ന ഒരു സംവാദം മുമ്പ് നടന്നിട്ടുണ്ട്. ആ സംവാദത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ നിമി എന്ന രാജാവ് നവയോഗിമാര് ഭഗവാന്റെ അവതാരമായിരുന്ന ഋഷഭദേവന്റെ പുത്രന്മാരാണ്. ആ ഋഷഭദേവന്റെ നവയോഗിമാരുടെ ആദ്യ മൂത്ത സഹോദരനാണ് നമ്മൾ ഭരതൻ എന്ന് കണ്ട് മാനായി പിറന്നതിന് ജഡഭരതൻ എന്നൊക്കെ കണ്ട ഭരതൻ. അപ്പൊ ആ ഋഷഭരാജാവിന്റെ പുത്രന്മാരാണ് ആര്? നവയോഗിമാര്. അപ്പൊ ഈ നവയോഗിമാരുടെ അടുത്ത് നിമി രാജാവ് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും എന്നുള്ള നിലയിലുള്ള ഭാഗമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇതിന്റെ ഉത്തരം എന്ന നിലയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ രീതിയിലെ ചോദ്യങ്ങൾ വന്നു. അതിലെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഭഗവത് ധർമ്മം എന്താണ്? നവയോഗികൾ ആദ്യത്തെ യോഗി എന്ന് പറയുന്ന കവി എന്നാണ് പേര്. അദ്ദേഹത്തിനോട് നിമി എന്ന രാജാവ് ചോദിച്ചു. ഓരോ യോഗിമാരുടെ ഓരോ ചോദ്യം, ഇതാണ് അതിന്റെ ക്രമം. അപ്പൊ ചോദിച്ചു ഭഗവത് ധർമ്മം എന്താണ്? അതായത് ഒരു ഭക്തൻ ഭഗവാനെ ഉൾക്കൊണ്ട് ഭഗവാനെ അറിഞ്ഞ് ഈശ്വരീയമായി അവൻ പാലിക്കേണ്ട ധർമ്മം വെച്ചാൽ ആചരിക്കേണ്ടത്. മനസ്സിലല്ലേ? സത്യത്തെ അറിഞ്ഞ് ആചരിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ആചരിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ജ്ഞാനത്തോടു കൂടിയ പ്രവൃത്തി, അതാണ് ധർമ്മം. അപ്പൊ എന്താണ് ഭഗവത് ധർമ്മം? നമ്മൾ 7 ദിവസം ഭാഗവതമൊക്കെ കേട്ടിട്ട് പോകുമ്പോൾ ഈ ഭഗവത് ധർമ്മമായി നമ്മൾ ഇനി ജീവിതത്തിൽ ആചരിക്കേണ്ടത് എന്താണ് നമ്മൾ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്തു പറയും? അതിൻ്റെ കൂടി ഉത്തരമാണ് ഇവിടെ. മനസ്സിലായി? 7 ദിവസം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് ഏത് ധർമ്മത്തിലേക്ക്, ഏത് ആചരണ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തപ്പെടണം എന്നതിനെ കുറിച്ചും കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടും. ഇവിടെ ഭഗവത് ധർമ്മം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ യോഗി അതിന് മറുപടി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു യജ്ഞ ചുരുക്കം ഇവിടെ പറയുന്നുള്ളൂ. ഒരു പൂർണ്ണമായ സത്ത പറഞ്ഞ് നമുക്ക് പോകാം. അപ്പൊ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇത് അറിയാം. പക്ഷേ ഇതാണ് ഈ സാധനം എന്ന് പറയാനുള്ള രീതിയിലുള്ള, മനസ്സിലായില്ലേ, തിരിച്ചറിവ്. അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവ്
ചില കാര്യത്തിൽ നമുക്ക് കുറയും. മനസ്സിലായില്ലേ? അറിവിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ്. അറിവിനോടൊപ്പം തിരിച്ചറിവ് ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവ് ഇല്ല. എന്തിനു ഉപയോഗിക്കണം, എങ്ങനെ ചെയ്യണം, ഇല്ലേ? ഇതിനെക്കുറിച്ചുള്ള അറിവാണ് വളരെ കുറഞ്ഞ് വരുന്നത്. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃത സ്വഭാവ കരോമി യദ് സകലം പരസ്മൈ നാരായണായേതി സമർപ്പ. ഈ ശ്ലോകം ഈ സ്ഥാനത്തുള്ളതാണ്. മനസ്സിലായി? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആ സ്ഥലത്താണ് ഈ ശ്ലോകം വരുന്നത്. ഈ ശ്ലോകം തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഭഗവത് ധർമ്മം. എന്താ ഭഗവത് ധർമ്മം എന്ന് ചോദിച്ചാൽ, കായേന വാച മനസേന്ദ്രിയർവാ, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, പ്രകൃത്യാനുള്ള സ്വഭാവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്തെന്ത് കർമ്മമുണ്ടെങ്കിലും ഒന്നും മാറ്റിവെക്കാതെ എല്ലാ കർമ്മങ്ങളും, മനസ്സിലായില്ലേ, ഭഗവാനെ നീ സ്വീകരിച്ചാൽ നിന്റെ പാദത്തിൽ സമർപ്പിക്കും. നാരായണായേതി സമർപ്പിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിക്കണം. ഇതാണ് ഭക്തന്റെ ധർമ്മം. മനസ്സിലായില്ലേ? ഭഗവത് ധർമ്മം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സർവകർമ്മങ്ങളും അത് ഭഗവാന് സമർപ്പിക്കണം. ആ രീതിയിൽ ഭക്തൻ സദാസമയത്തും ഭഗവത് സ്മരണയിൽ മുഴുകി ജീവിക്കുന്നവർക്ക് മാത്രമേ ഏത് കർമ്മം ചെയ്യാതെ ആർക്ക് സമർപ്പിക്കാൻ പറ്റൂ? ഭഗവാന് സമർപ്പിക്കാൻ പറ്റൂ. ഇതാണ് ഭഗവത് ധർമ്മം എന്ന തത്വത്തെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറവില് വരുന്നത് ഭക്തലക്ഷണം എന്താണ്. ഇനി ഭക്തന്മാർക്ക് ഒരു ലക്ഷണമുണ്ടല്ലോ, അതെന്താണ് എന്ന് ചോദിക്കുന്നു. എന്താ ഭക്തന്മാരുടെ ലക്ഷണം? 3 തരത്തിൽ അതിനെ തിരിച്ചു പറയും. ഉത്തമ, മധ്യമ, സാധാരണ, കേവല. ഭക്തന്മാരായതുകൊണ്ട് അധമ ഭക്തൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് കേവലം എന്നതിൽ പെടും. അതിൽ പിന്നെ പല ഡിഗ്രികളൊക്കെ താഴോട്ടും മേലോട്ടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നീടും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഉത്തമ ഭക്തൻ. എന്താണ് ഉത്തമ ഭക്തൻ? സർവചരാചരങ്ങളിലും ഒരേ ശക്തിയെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന, എല്ലാത്തിലും ഈശ്വരനെ കാണുകയും അത് തന്നെ ആണ് താനെന്ന ബോധത്തിലും ഉറക്കുന്നവനാരോ അവൻ ഉത്തമ ഭക്തൻ. മനസ്സിലായില്ലേ? അവന് ഭേദവിചാരമൊന്നുമില്ല. അവൻ ഈശ്വരനെ തേടി എങ്ങും പോകേണ്ടതില്ല. കാരണം എന്താ? സർവ്വതും ഈശ്വരനാണ്. അവനും ഈശ്വരനാണ്, കാണുന്നതും ഈശ്വരനാണ്. വ്യത്യാസങ്ങളില്ലാതെ നിത്യാനന്ദത്തിൽ ഒഴുകുന്നവനാണ് ആര്? ഉത്തമ ഭക്തൻ. ഇനി മധ്യമ ഭക്തൻ എന്താ? എല്ലാത്തിലും ഈശ്വരനുണ്ട്, പക്ഷെ ഞാനും ഇതും എല്ലാം കൂടെ ഒന്നാണെന്ന ഭാവത്തിൽ അങ്ങോട്ട് ഉറച്ചിട്ടില്ല. ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ചോദിച്ചാൽ പറയും കുളത്തിലുള്ളതും ജലമാണ്, ബക്കറ്റിൽ കോരി വെച്ചിരിക്കുന്ന ജലമാണ്. ചിലത് കോരി വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകമായി ഇരിക്കുന്നതാണെന്ന് പറയും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഉള്ളിലും ഈശ്വരനുണ്ട്, അവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഒന്നാണെന്ന ഭാവത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഉയർന്ന് അനുഭവത്തിലേക്ക് എത്തിയിട്ടില്ല. അതാണ് മധ്യമ ഭക്തൻ. ഇനി കേവല ഭക്തന്മാരെന്താണ്? കേവല ഭക്തന്മാര് ഉപാധികളിലും മാത്രം, ചില സ്ഥലങ്ങളിൽ ഉപാധികളിലും ഈശ്വരനെ ദർശിക്കുന്നവരാണ് കേവലഭക്തർ. നമ്മൾ അതിൽ അമ്പലത്തില്, പൂജാമുറിയില്, വിളക്ക് കത്തിക്കുന്നിടത്ത്, വിഗ്രഹമുള്ളിടത്ത്, ഇവിടൊക്കെ മാത്രം ഈശ്വരനെ ഉണ്ട് എന്ന് വിചാരിച്ച് നമസ്കരിക്കുന്നവരെയാണ് കേവല ഭക്തന്മാർ. അപ്പൊ നമ്മൾ ഏത് അവസ്ഥയിലാണ് ഉള്ളതെന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. മനസ്സിലായില്ലേ? അതാണ് കേവല ഭക്തന്മാർ എന്ന് പറയപ്പെടുന്നത്. അപ്പോ ഈ കേവല ഭക്തിയിൽ നിന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞ അധമ ഭക്തിയാണ്. ഭക്തിയുടെ ഏറ്റവും താഴത്തെ പടിയാണ് എവിടെ മാത്രം ഈശ്വരനെ കാണുന്ന വിഗ്രഹങ്ങളിലും പൂജാസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പൂജാമുറികളിലും ഒക്കെ മാത്രമായി ഈശ്വരനെ ഏതെങ്കിലും സ്ഥലത്ത് മാത്രം ചുരുക്കി കണ്ടിട്ട് ബാക്കിയുള്ളതെല്ലാം എനിക്ക് അടിച്ചു പൊളിക്കാനുള്ള സ്ഥലമാണ്. മനസ്സിലായില്ലേ? എന്ന് ചിന്തിക്കുന്നത് ഏതിൽ വരും? കേവല ഭക്തിയിൽ വരും. ഈ കേവല ഭക്തിയേക്കാൾ താഴോട്ട് ഇനി പറയാൻ ഭക്തിയില്ല. അതുകൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഈ കേവല ഭക്തിയിൽ നിന്ന് നമ്മൾ ഉയർന്നു വരണം. അപ്പൊ സർവ്വതിലും ഈശ്വരനെ കാണുന്ന ഭക്തനെ കുറിച്ച് ആണ് അവിടെ ഉത്തമ ഭക്തൻ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം വരുന്നു, ഈ മായാസ്വരൂപം വെച്ചാൽ ഈ യഥാർത്ഥ ഭാവത്തിൽ യാഥാർത്ഥ്യത്തെ അറിയാതെ അജ്ഞാനത്തിലേക്ക് പെടുന്നത് എന്തുകൊണ്ടാണ്? മായ കൊണ്ടാണ്, അല്ലേ? അപ്പൊ മായയുടെ സ്വരൂപം എന്താണ്? ഇതാണ് അടുത്ത ചോദ്യം. മായയാണല്ലോ നമ്മളെ ഈ ശരിയായതിലേക്ക് എത്തിക്കാതെ നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. എന്താണ്? മായയാണ് ആശങ്കയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ മായയുടെ സ്വരൂപം എന്താണ്? ഉള്ളതിനെ ഇല്ലാതാക്കി കാണിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഭ്രമമാണ് മായ.
അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിലുള്ളത് എന്താ? ഈശ്വരനാണ്. ഈശ്വരനെ അനുഭവിക്കാതെ, മനസ്സിലായില്ലേ, അതിലേക്ക് എത്താതെ ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തിൽ ചുറ്റും കാണുന്ന സർവ്വതും യഥാർത്ഥത്തിലുള്ളതാണോ? അല്ല. നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഈ പന്ത് നമ്മൾ അനുഭവിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിലുള്ളതാണോ? അല്ല. ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് ഒന്നും തന്നെ യഥാർത്ഥത്തിലുള്ളതല്ല. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് ഇല്ലാണ്ടാവും, ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായതും ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ചെന്നപ്പെടുന്നത്, അതാണ് ശാശ്വതം എന്ന് പറഞ്ഞ് അതിന്റെ പുറകിൽ പോകുന്നതിനെ മായ എന്ന് പറയും. മനസ്സിലായില്ലേ? ഭ്രമിച്ചു പോകുന്നതിന്. ഇപ്പൊ ഇല്ലാത്തത് ഉള്ളതായി തോന്നിച്ച് അതൊക്കെ വേണം. അതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പലരും അത് വേണം ഇത് വേണമെന്ന് എല്ലാം വാരിക്കൂട്ടും. മനസ്സിലായില്ലേ? അവസാനം ഇതെല്ലാം നിരർത്ഥകമാണെന്ന അവസ്ഥയിൽ ആണ് എത്തുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം അവസാനിച്ചു കഴിയും. അപ്പോ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളതിനെ അന്വേഷിച്ചു തുടങ്ങണം. അവിടെയാണ് ഈശ്വരാന്വേഷണത്തിലേക്ക് നീങ്ങണമെന്ന് നമ്മുടെ ഗുരുനാഥന്മാര് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ബാക്കി എല്ലാത്തിനെയും പുറകിലോടി അവസാനം അന്വേഷിക്കാൻ സമയമില്ലാത്തപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ജന്മം തന്നെ പാഴായിപ്പോയി. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഭഗവാനെ തിരിച്ചറിയാനുള്ള, ഈശ്വരനെ നേടാനുള്ള ചിന്തയിലേക്ക് പോകണം. ഇതാണ് മായാ സ്വരൂപം എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ മായയെ തരണം ചെയ്യാൻ എന്താ വഴി? മായ ഇതാണല്ലോ, ഈ ഭ്രമമാണ് മായ, ഈ അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തെ തരണം ചെയ്യുക, അതിനെ കടക്കണമല്ലോ. അതിൽ വീണു പോകാതെ ഭക്തർക്ക് അപ്പുറത്തെത്താൻ എന്താണ് വഴി? അതിനപ്പുറത്തേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന് ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവിടേക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ ദാസൻ എന്ന് പറഞ്ഞ വിഡ്ഢിയായി വന്ന് ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ച ആളാണ് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിനുള്ളിൽ കയറി കതുവടച്ച സമയത്ത് അകത്താര് എന്ന് ചോദിച്ചു, അല്ലെ, പുറത്താരെന്ന് ചോദിച്ചു. അപ്പൊ പുറത്ത് കാളി എന്ന അവസാന ഉത്തരം പറഞ്ഞപ്പോ എങ്കിൽ അകത്ത് ദാസൻ എന്ന് പറഞ്ഞ് ആ വാക്കിൽ തന്നെ ഭഗവതിയുടെ ഇഷ്ടം തോന്നിയപ്പോ ഭഗവതി സർവജ്ഞാനിയാക്കി ആരെ മാറ്റി? കാളിദാസൻ എന്ന മഹാകവിയെ ലഭിച്ചതാണ് നമ്മൾ. അപ്പൊ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. പിന്നെ ഈ മായയെ തരണം ചെയ്യാൻ ഗുരുകടാക്ഷം കൊണ്ട് സാധിക്കും. മനസ്സിലായില്ലേ? ഗുരുകടാക്ഷം കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ചില സമയത്ത് പറയുന്നത് ഈശ്വരൻ കോപിച്ചാലും ആര് തടുക്കും? ഗുരു തടുക്കും എന്നൊരു തത്വം പറയുന്നതാണ്. കാര്യം ഗുരുവിനെ ആശ്രയിച്ച ഗുരുപാദം എന്ന് പറഞ്ഞാൽ ഈശ്വരപാദമാണ്. ആരാണ് ഗുരു? അജ്ഞാന നിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരോന്മീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനം അന്ധത ബാധിച്ച് കണ്ണില് ഇരുട്ട് ബാധിക്കുമ്പോൾ അതിനെ മാറ്റി അഞ്ജനശിലയാലും മിഴിയെ തെളിയിച്ച് ശരിയായ ജ്ഞാനത്തെ കാഴ്ചയെ പകരുന്നവൻ ഗുരു. ശബ്ദാന്തകാലച്ച ഒരു ശബ്ദസ്ഥത നിരോഗ, ഇരുട്ടിനെ മാറ്റി വെളിച്ചം പകരുന്നവൻ ഗുരു. ഇരുട്ടെന്താ? അജ്ഞാനം. വെളിച്ചം എന്താ? ജ്ഞാനം, ഈശ്വരൻ. ഇതാണ് അവിടെ ഇരുട്ടും വെളിച്ചം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ ഗുരുകടാക്ഷം കൊണ്ട് സാധിക്കും. അതാണ് രണ്ടാമത്. മൂന്നാമതോ ജന്മകർമ്മ പുണ്യം കൊണ്ട്. മനസ്സിലായില്ലേ? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മായയെ തരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് മായയെ തരണം ചെയ്യാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നു, നാരായണ സ്വരൂപം എന്താണ്? അപ്പോ ആദ്യത്തത് ഭാഗവതധർമ്മം, അത് കഴിഞ്ഞിട്ട് ഭക്തലക്ഷണം, അത് കഴിഞ്ഞിട്ട് മായയുടെ രൂപം, അത് കഴിഞ്ഞ് മായയെ കടക്കാനുള്ള വഴി ചോദിച്ചു. ഇനി കടന്ന് പ്രാപിക്കേണ്ടത് ആരെയാണ്? നാരായണ രൂപം എന്താണ്? അപ്പോഴാണ് അതിന് മറുപടി പറയുന്നത്, നാരായണ രൂപം എന്താ? ഈ കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമാണെന്ന ബോധം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു രൂപമുണ്ടോ? നമ്മൾ ആരാധിക്കാൻ വേണ്ടി ഒരു മൂർത്തി കൽപ്പിതമായി ശംഖചക്ര ഗദാപത്മധാരി എന്നൊരു രൂപത്തെ നമ്മൾ ആരാധിക്കാനുള്ള ഉപാധി മാത്രം. അതുമല്ല ഭഗവാൻ യഥാർത്ഥ രൂപം. കാരണം അത് അതുകൊണ്ടാണല്ലോ ദേവകി ഭഗവാനെ സ്തുതിച്ചപ്പോ അനന്തമാദ്യം അവ്യക്തമാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടറിയാൻ സാധിക്കുന്നതല്ല ഉദ്ധവോപദേശത്തിന്റെ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഇവിടെ ഈ രൂപം എന്തിനാ കൊടുത്തത്? നമ്മളിന്ന് രാവിലെ ഗണപതി രൂപം ചർച്ച ചെയ്ത കണക്ക് ഈ രൂപത്തിന് ഒരു തത്വമുണ്ട്. തത്വത്തിൽ നമ്മളതിനെ അറിയാനാണ് ആ രൂപം. മനസ്സിലായില്ലേ? 4 കരങ്ങൾ തന്നെ നമ്മൾ നോക്കുക. ശംഖുചക്ര ഗദാപത്മം അങ്ങനെയല്ലേ വിശദീകരിക്കുന്ന ഭഗവാനെ. എന്താ ഈ ശംഖുചക്ര ഗദാപത്മം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട 4 യോഗമാർഗങ്ങളാണ് 4 കരങ്ങളുടെ പ്രതീകം എന്ന് പറഞ്ഞത്. അവിടെ സുദർശനം എന്ന് പറയുന്ന ചക്രം എന്ന് പറയുന്നത് ആരെയും കൊല്ലാനുള്ളതല്ല. പുരാണത്തിൽ ഈ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആരെയാ? അജ്ഞാനികളെയാണ് കൊന്നത്. എന്താ? അജ്ഞാനത്തെ കളയാനുള്ളതാണ് അർത്ഥം, അല്ല കൊല്ലുക എന്നുള്ളതല്ല. സുദർശനം എന്ന വാക്കിന്റെ അർത്ഥം സുദർശനം, നല്ല ജ്ഞാനം. മനസ്സിലായില്ലേ? നല്ല ജ്ഞാനത്തെ പകരുന്നത് എന്നാണ്. അപ്പൊ നല്ല ജ്ഞാനം ഒരിക്കലും എന്തില്ല നിലയ്ക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പൂർത്ത
മുള്ളെന്തിനാണ്? അറുക്കാനാണ്. എന്തിന്? അജ്ഞാനത്തെ, എത്ര അജ്ഞാനത്തെയും അറുത്തു മാറ്റാനുള്ള നിശ്ചലമല്ലാതെ പ്രവഹിക്കുന്നതാണ് ജ്ഞാനം. അതാണ് ജ്ഞാനത്തിന്റെ പ്രത്യേകത. മറ്റൊരു കൈയിരിക്കുന്ന ശംഖാണ് അല്ലേ? ശംഖിന്റെ പ്രത്യേകത എന്താ? ഓംകാരനാദം ഉണരുന്നതാണ് ശംഖ്. മനസ്സിലായില്ലേ? ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ജീവഭാവം മാറുമ്പോൾ ഇല്ലേ, അതല്ലേ നമ്മൾ ശംഖായിട്ട് എടുക്കുന്നത്. ഒരു ജീവിയുടെ ശരീരം അഴിയ ജീവഭാവം ദേഹാഭിമാന ബോധം കളഞ്ഞ്, മനസ്സിലായില്ലേ, ഉള്ളിൽ ഉയരേണ്ട ബ്രഹ്മനാഥമാണ്, മനസ്സിലായില്ലേ, ശംഖിന്റെ പ്രതീകം ഓംകാരനാഥം. എപ്പോഴാണ്? നിരാസനമുറച്ചേകനാടിയുടെ കാമൃത തുടിതാളങ്ങൾ കേൾക്കാം. അപ്പൊ അവനവന്റെ ഉള്ളിൽ തന്നെ ഇപ്പോ രാജയോഗം ഇവിടെ പറയും ജ്ഞാനയോഗമാണ് സുദർശനമെങ്കിൽ ഇത് രാജയോഗം. അതാണ് തപസ്, ധ്യാനം, ഇതൊക്കെ രാജയോഗം. യോഗമാർഗം, രണ്ടാമത്തെ മാർഗം യോഗമാർഗം. അത് കഴിഞ്ഞാൽ ഗതയാണ്. ഗത എന്തിന്റെ പ്രതീകമാണ്? ഗത നമ്മൾ വരാഹാവതാരം പറഞ്ഞപ്പോൾ ഹിരണ്യാക്ഷന്റെ ഗത മുറിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവിടെ ഹിരണ്യാക്ഷന്റെ ഗത സാർത്ഥതയോട് കൂടിയതായതുകൊണ്ട് അത് ബന്ധന കർമ്മങ്ങളാണ്. ഭഗവാനെ ഇരിക്കുമ്പോൾ സാർത്ഥതയില്ല, അതുകൊണ്ട് ഇത് നിഷ്കാമ കർമ്മമാണ്, കർമ്മത്തിന്റെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രൗഢി, ആധിപത്യം ഇതുറപ്പിക്കാനല്ലേ ഗത അല്ലെ? ആയുധമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗത. അലങ്കാരത്തിനാണോ? അല്ല. അപ്പോ അത് കർമ്മത്തിന്റെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? പ്രൗഢി, സ്വാധീനം ഇതൊക്കെ ഉറപ്പിക്കുന്നതിലൂടെയാണ്, കർമ്മത്തിലൂടെയാണ്. അപ്പൊ കർമ്മയോഗം, മനസ്സിലായില്ലേ? അവിടെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സമയത്ത് അവിടെ എന്താണ്? നിഷ്കാമമാണ്. ഭഗവാൻ ചെയ്യുന്ന ഏതെങ്കിലും കർമ്മത്തിൽ ഭഗവാന് കാമമുണ്ടോ? ആ കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്താൽ എന്ത് ചെയ്താൽ നമ്മൾ എന്ത് പറയും? കർത്തൃത്വ ഭാവം, ഞാൻ ചെയ്തു എനിക്ക് വേണം. മനസ്സിലായില്ലേ? ഭഗവാനാകട്ടെ ഒരു കർമ്മം ചെയ്യുന്നതിലും കർത്തൃത്വ ഭാവമില്ല. അതുകൊണ്ടാണ് ഗീതയിൽ അർജുനനെ ഉപദേശിക്കുമ്പോൾ ഭഗവാൻ പറയും, എന്താ പറയുന്നത്? കർമ്മണ്യേ വാധികാരത്തെ മാം ഫലേഷു കഥാചന. അല്ലയോ അർജുന, നീ യുദ്ധം ചെയ്യും, ഞാൻ ചെയ്യുന്നു എന്ന തോന്നൽ വന്നാലേ ഉള്ളൂ ഇതിന്റെ പാവവും പുണ്യമൊക്കെ നിനക്ക് വരുന്നത്. ഇതൊന്നും നീ ആഗ്രഹിക്കണ്ട, നീ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. മനസ്സിലായില്ലേ? കർമ്മഫലത്തെ ആഗ്രഹിക്കരുത്. കർമ്മ ഫലം ആഗ്രഹിക്കും നമ്മൾ അറിയാതെ ആസുരികതയിലേക്ക് പതിക്കും. മനസ്സിലായില്ലേ? അസുരന്മാരെപ്പോഴും എന്താ? ഫലത്തെ ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിലായോ? അസുരന്മാര് ഫലത്തെ ആഗ്രഹിക്കുന്നവരാണ്. ദേവന്മാര് ഈ ഫലത്തെ വെടിഞ്ഞ് കർമ്മം ചെയ്യുക. അതാണ് ദേവന്മാരുടെ ശ്രേഷ്ഠതയും അസുരന്മാരുടെ കോട്ടവും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സാർത്ഥത ഉണ്ടാവും. അപ്പൊ നമ്മളും യഥാർത്ഥത്തിൽ അസുരന്മാരെ കൊമ്പും പിന്നെ അതിനകത്ത് ഈ തേറ്റാപ്പല്ലൊന്നും വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തനിയെ ഉള്ളിൻ്റെ ഉള്ളിൽ തനിയെ രൂപപ്പെടും. ഒറ്റയ്ക്കിരുന്ന കണ്ണാടി നോക്കി ഇതെല്ലാം തെളിഞ്ഞ് കാണാനും പറ്റും. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ കർമ്മം ചെയ്താൽ, നിഷ്കാമ കർമ്മം ചെയ്താൽ അത് ദൈവികമായ തലത്തിലേക്ക് നരനെ നാരായണനാക്കുന്ന ശാസ്ത്രം അല്ലേ, അതാണ് നാരായണത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പറഞ്ഞു നാരായണ സ്വരൂപം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ഒന്നും വ്യത്യാസമില്ല, ഒന്നും എന്താ പറയുക ഉച്ചനീചത്വങ്ങളില്ല. ഈ തത്വം പറയുന്ന ഭാഗവതം മനസ്സിലായില്ലേ? ഇതിനെ പിന്തുടരുന്ന ഭക്തനാണ്. പിന്നെ ജാതീയതയുടെ പേരിൽ ഞാൻ വലുത്, അവൻ ചെറുത്, ഇവൻ വലുത്, മറ്റവൻ ചെറുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ വഴിതെറ്റി നടക്കുന്നത്. ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിക്കുക. സാമൂഹികമായ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം എന്നത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആവാം. ചെറു റെസിഡൻസി നഗരം എന്നൊക്കെ പറയുന്ന കണക്ക്, അല്ലെങ്കിൽ ഇന്ന നഗരത്തിൽ ഇല്ലേ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണക്ക് ചിലപ്പോൾ NSS എന്നോ SNDP എന്നോ നമ്പൂതിരി എന്നോ ഇഴവനെന്നോ അങ്ങനെയൊക്കെ ഏത് എന്നും പറയാം. പക്ഷേ ഇതൊന്നും ഒന്നിൻ്റെ മുകളിലുമല്ല, ഒന്നും ഒന്നിൻ്റെ താഴെയുമല്ല, എല്ലാം തുല്യം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഹരിനാമകീർത്തനം നല്ലതുപോലൊന്നും പഠിക്കാത്തതിൻ്റെ കുറവാണ് ഹിന്ദു സമൂഹം ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വാല് പൊക്കിച്ചാട്ടം. മനസ്സിലായില്ലേ? വാല് മുറിക്കേണ്ട കാലത്ത് പൊക്കി പിടിച്ച് ചാടിയിട്ട് പരസ്പരം ഒന്നിച്ചു നിൽക്കേണ്ട സഹോദരന്മാർ തമ്മിലടിക്കുന്നു. നമ്മളെ മുതലെടുക്കാൻ വന്നവൻ ഇതിൽ മുതലെടുത്തുകൊണ്ട് നമ്മളെ മുകളിലൂടെ മനസ്സിലായില്ലേ അവൻ്റെ ഇഷ്ടമുള്ള മുഴുവൻ പണികളും ചെയ്തു പോകും. ഇതാണ് നമ്മൾ നേരിടുന്ന തകർച്ച. ഇതൊക്കെ ഭാഗവതത്തിൽ ഇതിനൊക്കെ കൃത്യമായി. എന്നിട്ട് ഈ ഭാഗവതം പഠിക്കാതിരിക്കാനാണ് നമ്മുടെ നാട്ടുകാർ പ്രേരിപ്പിക്കുന്നത്. അവർ വന്ന് പറയും ഭാഗവതം ചാതുർവർണ്ണ്യമുള്ളതാണ്, അത് സവർണൻ്റേതാണ്, ബ്രാഹ്മണിക്കലാണ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് വലിയൊരു സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും മനുഷ്യൻ മാത്രമല്ല, പക്ഷിയും മൃഗവും ജീവജാലങ്ങളും ഒക്കെ ഒന്നൊന്ന രൂപത്തിലെത്തുക. അതാണ് ശരിയായ ഭക്തൻ എന്ന് പറയുന്നത്. അതാണ് ഹരിനാമൃതത്തിൽ കാണുന്നതൊക്കെ നാരായണ
പ്രതിമ കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികൾ അല്ലേ, അങ്ങനെ ഒരു വരിയില്ലേ നാം ഭാഗവതത്തിന്റെ രത്ന ചുരുക്കമാണ് നാം കേൾക്കുന്നത്. അപ്പോൾ ആ നാരായണ സ്വരൂപത്തെ അറിയുന്നതിൽ സർവ്വതിനെയും സ്നേഹിക്കുക, അതാണ് ആ നാരായണ സ്വരൂപത്തെ അറിയാനുള്ള മാർഗം എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നത് കർമ്മയോഗത്തിന്റെ സ്വരൂപം എന്താ? ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യണമല്ലോ. ഈ കർമ്മയോഗത്തിന്റെ സ്വരൂപം രണ്ട് തരത്തിൽ ആദ്യം തിരിക്കുക. ഒന്ന് വിഹിത കർമ്മം, അഹിത കർമ്മം. വിഹിത കർമ്മം വെച്ചാൽ ചെയ്യേണ്ടതായതും ധർമ്മപരമായ കർമ്മം, മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യേണ്ടതായ ധാർമ്മിക കർമ്മം. ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മമുണ്ട്, നിത്യകർമ്മങ്ങളുണ്ട്, നൈമിത്തിക കർമ്മമുണ്ട്, കാമ്യ കർമ്മമുണ്ട്. നിത്യകർമ്മം വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മമുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, മലമൂത്ര ദിവസം നടത്തുക, കുളിക്കുക, പല്ലിയേക്കുക, ആഹാരം, ഇതൊക്കെ കർമ്മത്തിൽ പെടുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞാൽ നൈമിത്തിക കർമ്മമുണ്ട്, ഒരു ഇടവേളകളിൽ മാത്രം അനുഷ്ഠിക്കും. ഇപ്പൊ ജന്മനാട്, മനസ്സിലായില്ലേ? ഇത് എപ്പോഴും നമ്മൾ ഡെയിലി ജന്മങ്ങളുണ്ടോ? ഇല്ല, ഒരു നിശ്ചിത അതുപോലെയുള്ള അങ്ങനെയുള്ള കർമ്മങ്ങൾ. കാമ്യ കർമ്മം എന്താ? ആഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കാനുള്ള നല്ല കർമ്മങ്ങൾ. അതൊന്നും മറ്റൊരാൾക്ക് ദോഷകരമല്ലാതെ ധാർമ്മികമായിരിക്കണം, മനസ്സിലായില്ലേ? ഇതാണ് വിഹിത കർമ്മങ്ങൾ. ഇനി അഹിത കർമ്മം എന്ന് വെച്ചാൽ ധർമ്മമില്ലാത്ത കർമ്മം, നിഷിദ്ധ കർമ്മം എന്ന് പറയും, കാട്ടാള കർമ്മം അല്ലെങ്കിൽ പറയും. അങ്ങനെയുള്ള കർമ്മങ്ങൾ എന്ത് ചെയ്യരുത്? അനുഷ്ഠിക്കാൻ പാടില്ല. അഥവാ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം, മനസ്സിലായില്ലേ? ഇപ്പോൾ നിശ്ചിത കർമ്മങ്ങളിൽ പെട്ടുപോയാൽ പ്രായശ്ചിത്തം. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കാലത്തെ നമ്മുടെയൊക്കെ കുട്ടികൾ അറിയാതെ ഓടുമ്പോൾ പോലും മാതാപിതാക്കളുടെ മുതിർന്നവരുടെ ദേഹത്തുനിന്ന് ചവിട്ടിയാൽ അല്ലേ ഉടനെ തൊട്ടു തൊഴുതാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കർമ്മം ചെയ്താൽ ഉടനെ അതിനെ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും ചെയ്യാതിരിക്കണം. അതോ ഇനി ചവിട്ടിയിട്ട് വീണ്ടും തൊട്ട് എഴുതാൻ മതി എന്നാണോ? അല്ല, ചെയ്യാതിരിക്കണം. അത് പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. അപ്പൊ ഇത്തരത്തിലാണ് അവിടെ കർമ്മയോഗത്തിന്റെ അവസ്ഥ പറയുന്നത്. പിന്നെയോ ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ കർമ്മം ചെയ്ത് നമ്മളിവിടെ ബന്ധിക്കപ്പെടുന്നത്. കെട്ടുകളായത് കർമ്മം പുരുഷൻ ഒരു വാക്കില്ലേ? എന്താ? എപ്പോഴാണ് ഈ കെട്ടുകളായത് കർമ്മം പുരുഷനാവുന്നത്? സാർത്ഥത കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴാണ്. മുമ്പേ പറഞ്ഞില്ലേ, ഫലം ഇച്ഛിച്ചുകൊണ്ട് സാർത്ഥത കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അത് ബന്ധനമായി മാറും. നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ എന്തായി മാറും? നിവർത്തിയായി മാറും. അപ്പൊ പ്രവൃത്തിയിലൂടെ നിവർത്തിയിലേക്ക് എത്തുക, മനസ്സിലായില്ലേ? പ്രവൃത്തിയിലൂടെ നിവർത്തിയിലേക്ക് എത്തുക. ചെയ്യുന്തോറും ഓരോ കർമ്മങ്ങളും നമ്മൾ വലിയ കാര്യമായി ചെയ്ത പല കാര്യങ്ങളിലെ നമ്മൾ പല കൊച്ചു പ്രായത്തിൽ ചെയ്ത വലിയ കാര്യമെന്ന് വിചാരിച്ച് നമ്മൾ മെനക്കെട്ട് ചെയ്ത പലതും ഇന്നിരുന്നുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേ. അതാണ് ചെയ്യാത്തത് വലിയ കാര്യമൊന്നുമില്ലെന്ന് ഇപ്പൊ തോന്നത്തില്ലേ? ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഓരോ കർമ്മത്തെയും താല്പര്യത്തെ ഉപേക്ഷിച്ച് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കണമെന്നല്ല പറഞ്ഞത്, മനസ്സിലായി? ഭഗവാൻ തന്നെ അർജുനനോട് ഗീതയിൽ പറയുന്നുണ്ട്, അർജുന, കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ശരീരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്യണം, മനസ്സിലായില്ലേ? പക്ഷെ കർമ്മത്തിൽ മനസ്സ് ബന്ധിപ്പിക്കാതിരിക്കാം. അത് ആർക്കും ചെയ്യാം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ അർജുന, ഞാൻ ഇതെല്ലാം ചെയ്തു പോകുന്നുണ്ട്, അതിനോട് എനിക്ക് ബന്ധനങ്ങളില്ല, ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലോട് ഭഗവാന് ബന്ധനമുണ്ടോ? ഭഗവാന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കേ. പ്രസവിച്ച അമ്മയെ വെടിഞ്ഞ് അല്ലേ അവിടെ ധർമ്മപരിപാലനത്തിന് വേണ്ടി യശോദയുടെ അടുത്തേക്ക് പോകാൻ മടിയുണ്ടായിരുന്നോ? ഉണ്ടായോ? ഭഗവാൻ സ്വയം തയ്യാറാവുകയാണ്. ഇനി അവിടെ ചെന്ന് അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹലാളന കിട്ടിയ ഗോപികമാരെ വെടിഞ്ഞ് അല്ലേ കംസവധത്തിന് വേണ്ടിയിട്ട് വന്നു. അവിടെ അവരെ വെടിഞ്ഞു പോകുമ്പോൾ ഭഗവാന് സംബന്ധിച്ചോളം പ്രശ്നങ്ങളൊന്നുമില്ല, ഉണ്ടോ? കാരണം എന്താ? നിഷ്കാമഭാവമാണ്, ബന്ധിക്കപ്പെടുന്നില്ല മനസ്സ്. അത് കഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ മധുരയിൽ നിന്നു നേരെ അത് ഉപേക്ഷിച്ചിട്ട് ദ്വാരകയിലേക്ക് വന്നപ്പോൾ അവിടെ വന്നു അല്ലേ. ഇനി ദ്വാരകാവാസത്തിലേക്ക് എത്തിച്ചേർന്ന ഭഗവാനാകട്ടെ തൻ്റെ വംശം മുഴുവൻ, യദുകുലം മുഴുവൻ അല്ലേ സ്വയം നശിച്ച് കലകിച്ച് പോകുമ്പോഴും ഭഗവാൻ അത് തടയണമെങ്കിൽ ഇത്രയും ശക്തിയുള്ള കൃഷ്ണൻ എന്തുകൊണ്ടത് തടഞ്ഞില്ല എന്ന് ചോദിക്കുന്നില്ല. അവിടെ കണ്ടില്ലേ, കൃഷ്ണൻ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചില ബാധിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, അധർമ്മികളെ ഇനി സ്വന്തക്കാരാണെന്ന് വെച്ചിട്ട് സംരക്ഷിക്കുന്ന പരിപാടി ആർക്കില്ല. ഇന്നത്തെ ഭരണാധികാരിയുടെ കണക്കല്ല ഭഗവാൻ ധർമ്മനിഷ്ഠം ചെയ്യുന്ന ധർമ്മികളെ സംരക്ഷിക്കുകയും അധർമ്മികളെ പൂർണ്ണമായും ഇവിടെ ഭഗവാന്റെ മക്കളായിട്ട് പോലും അവരെന്ത് ചെയ്യുന്നു? അഹന്ത കാട്ടി, അജ്ഞാനം പ്രകടിപ്പിച്ചു അല്ലേ, നമ്മൾ മുമ്പേ ചർച്ച ചെയ്തു. അതുകൊണ്ട് അവിടെയും മമതയില്ല. അവസാനം സ്വന്തം ശരീരത്തിന് പോലും ഭഗവാന് മമതയില്ല, മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈ കർമ്മയോഗത്തിന്റെ ആ തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രവൃത്തി ചെയ്ത് നിവർത്തി മാർഗത്തിലേക്ക് എത്തുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, അവതാര കഥകൾ എന്താ? അവതാര കഥകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന സർവ്വചരാചരവും ഭഗവാന്റെ അവതാരം തന്നെയാണ്. നമ്മളും അറിയുന്നില്ലെങ്കിൽ നമ്മളും ഭഗവാൻ തന്നെയല്ലേ ഈ പ്രപഞ്ചമായി നിൽക്കുന്നത്. അപ്പോൾ നമ്മളും ഭഗവാന്റെ അവതാരമാണ്. പിന്നെ അവതാരം എന്ന് എണ്ണി പറയാൻ സാധിക്കില്ല, അസംഖ്യമാണ്.
മനസ്സിലായില്ലേ? അസംഖ്യമാണ്, അവർണ്ണനീയവും ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അഭക്തന്മാരുടെ ഗതി എന്താണ്? ഭക്തി ഇല്ല, ഇതുവരെ ഭക്തിയെ കുറിച്ചിട്ടാണ്. ഇനി ചോദിക്കുന്ന ഒരു ഭക്തി ഇല്ലാതെ പോകുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ, പണ്ടേ അറിയാം ഇങ്ങനെയുള്ളവരും ഉണ്ടാവും. അവരുടെ ഗതി എന്താണ്? അവരുടെ ഗതി എന്താ? അവര് നിത്യയാതനയിൽ പുനരവി ജനനം, പുനരവി മരണം, വീണ്ടും ജനിക്കും, മരിക്കും, വീണ്ടും വീണ്ടും അവനവൻ ചെയ്യുന്ന കർമ്മബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല കർമ്മം ചെയ്യുമ്പോൾ നല്ല യോനിയിൽ വരും, അത് കഴിയുമ്പോൾ നിത്യ യോനിയിലേക്ക് ജനിക്കും. ഇങ്ങനെ ഈ ചക്രത്തിൽ നിന്ന് രക്ഷയില്ലാതെ ഇതിനകത്തൂടെ കിടന്ന് ഇടയ്ക്ക് സുഖം കിട്ടുമ്പോൾ ആഹാ, മനസ്സിലായില്ലേ? ദുഃഖം വരുമ്പോൾ ഓഹോ, ഈ ആഹാ ഓഹോ ആഹാ ഓഹോ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ആർക്കില്ല? അഭക്തന്മാർക്കില്ല. പക്ഷെ അവർക്ക് ഭക്തിയിലേക്ക് തിരിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരിക്കലും പരിഹാസമരുത്, നേരെ മറിച്ച് അവരോടൊരു സഹാനുഭൂതി ഉണ്ടാവണം ഭക്തർക്ക്. എന്താ കാരണം? അവർ വീണ് പോയെടുത്ത് നിന്ന് അവരെ കൂടി എഴുന്നേൽപ്പിച്ച് കൂടെ നടത്താൻ ആര് പരിശ്രമിക്കണം? ഭക്തന്മാര് പരിശ്രമിക്കണം. അപ്പൊ നമ്മളെക്കാൾ പുറകിൽ നിൽക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും, അറിവിന്റെ കാര്യത്തിലാണെങ്കിലും, സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും, ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ദുഃഖത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മളെക്കാൾ പുറകിൽ നിൽക്കുന്നവരെ അവിടെ ഉപേക്ഷിച്ച് പോകലല്ല നല്ല വ്യക്തികൾ ചെയ്യേണ്ടത്. വേണം സാധിക്കുന്നവരെ കൂടി കൈപിടിച്ച് ഒപ്പം നടത്താൻ നമ്മൾ സാധിക്കണം. അവിടെയാണ് നരസേവ നാരായണ സേവ ആയി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം. അത് കഴിഞ്ഞ് 9ാമത്തെ ചോദ്യം, ഭിന്ന ഭിന്ന യുഗങ്ങളിൽ, ഓരോ യുഗം ഉണ്ടല്ലോ, 4 യുഗങ്ങളിൽ, ഓരോ യുഗങ്ങളിൽ ഈശ്വരാരാധനയ്ക്കുള്ള മാർഗം എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നത് ഇവിടെ സത്യയുഗത്തിൽ തപസ്സായിരുന്നു, 1ാമത്തെ യുഗത്തിൽ തപസ്സായിരുന്നു, 2ാമത്തെ യുഗത്തിൽ അവിടെ യാഗാദികളായിരുന്നു, ത്രേതായുഗത്തിൽ യാഗാദികളായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണന്റെ യുഗത്തിൽ പൂജാതി കാര്യങ്ങളാണ്. കലിയുഗത്തിൽ പൂജയേക്കാൾ സ്ഥാനം നാമജപത്തിനാണ്. മനസ്സിലായി? കാരണം എന്താ? കലിയുഗത്തിലേക്ക് വരുമ്പോൾ പൂജാതി കാര്യങ്ങളിൽ പോലും, മനസ്സിലായില്ലേ, ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കും. അപ്പൊ അവിടെ അതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയപ്പെടുന്നത് ഏതിനാണ്? നാമജപത്തിനാണ്, ഭക്തിക്കാണ്. അപ്പോൾ ആ ഭക്തിയെ നിർത്താൻ നമ്മൾ ഒരു കാര്യത്തിലും മറ്റു ഇതില്ല. അപ്പോൾ ഇവിടെ പൂജാതി കർമ്മങ്ങൾ നമുക്കറിയാം, പൂജാദ്രവ്യങ്ങളിൽ പോലും മാലിന്യം ചേർക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ശുദ്ധമായ സാധനങ്ങൾ വിട്ടുപോകില്ല. അപ്പോൾ എല്ലാത്തിലും, അപ്പോൾ പൂജയിൽ പോലും മാലിന്യമായ അവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ജീവിതത്തിൻ്റെ പരമജ്ഞാനത്തിലേക്ക് എത്താൻ. അതിനുവേണ്ടി നവയോഗിമാർ വളരെ കൃത്യമായ ഉപദേശം നൽകി, ആ ഉപദേശ സന്ദേശം അനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ആ തത്വത്തെ നാരദ മഹർഷി അവിടെ വസുദേവർക്കും ദേവകിക്കും വേണ്ടി വർണ്ണിച്ചു നൽകുകയുണ്ടായി.